സുനയനേ സുമുഖി സുമവദനേ സഖി സുനയനേ സുമുഖി സുമവദനേ സഖി സുനയനേ സുമുഖി സുമവദനേ സഖി പ്രമദാവനം മലരണിഞ്ഞു പ്രണയ സൗരഭം വഴിഞ്ഞു പ്രമദാവനം മലരണിഞ്ഞു പ്രണയ സൗരഭം വഴിഞ്ഞു സുനയനേ സുമുഖി സുമവദനേ സഖി ഒരു ചെറുതാരകം മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ രാവിൽ അടർന്നു വീണു ഒരു ചെറുതാരകം മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ രാവിൽ അടർന്നു വീണു നേരം വെളുത്തിട്ടും മേലോട്ട് പോകാതെ നേരം വെളുത്തിട്ടും മേലോട്ട് പോകാതെ നക്ഷത്രമവിടെ തപസിരുന്നു സുനയനേ സുമുഖി സുമവദനേ സഖി പ്രമദാവനം മലരണിഞ്ഞു പ്രണയ സൗരഭം വഴിഞ്ഞു പ്രമദാവനം മലരണിഞ്ഞു പ്രണയ സൗരഭം വഴിഞ്ഞു സുനയനേ സുമുഖി സുമവദനേ സഖി അനുരാഗിണി നിൻ സുന്ദരരൂപം സ്വപ്നമാം വീണയിൽ സ്വരമുണർത്തി അനുരാഗിണി നിൻ സുന്ദരരൂപം സ്വപ്നമാം വീണയിൽ സ്വരമുണർത്തി പെൺകൊടി നീയൻ മൺകുടിലിനുള്ളിൽ പെൺകൊടി നീയൻ മൺകുടിലിനുള്ളിൽ തങ്കനിലാവൊളി കൊളുത്തിവച്ചു സുനയനേ സുമുഖി സുമവദനേ സഖി സുനയനേ സുമുഖി സുമവദനേ സഖി പ്രമദാവനം മലരണിഞ്ഞു പ്രണയ സൗരഭം വഴിഞ്ഞു
സുമമദാവനം മലരണിഞ്ഞു പ്രണയ സൗരഭം വഴിഞ്ഞു സുനയനേ സുമുഖി സുമവദനേ സഖി. സൂര്യയെക്കുറിച്ച് പറഞ്ഞതിന് മുമ്പ് ആദ്യം ഉമ്പായി മാഷിനൊരു അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയണ്ട വളരെ സിമ്പിളായിട്ടൊരു പാട്ട്. അദ്ദേഹം അത് പാടുന്ന രീതിയാണെങ്കിലും അല്ലേ വളരെ എല്ലാവരുടെയും മനസ്സിലും സാധാരണക്കാരുടെ മനസ്സിൽ പോലും പോയി കയറത്തക്ക വിധത്തിലാണ് അദ്ദേഹത്തിന് ഓരോ കോമ്പോസിഷൻസും പാടുന്ന രീതിയും. അപ്പം ആദ്യം അദ്ദേഹത്തിനൊരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് തന്നെ പറയാം. മക്കളെ നല്ല രസമായിട്ട് പാടി കണ്ണ. ഒരുപാട് എനിക്ക് ആകെ ഒരേ ഒരു അഭിപ്രായം മാത്രമേ പറയാനുള്ളൂ. എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ സുനയനെ അത് ആ സുമുഖി വരുന്ന ആ ഒരു ടോണില്ലേ, അത് വല്ലാതെ ഓപ്പൺ ആയിപ്പോയി സുനയനെ. അതും കൂടെ ആ ഒരു അത്രയും ഓപ്പൺ അല്ലാതെ കുറച്ചുകൂടെ ഒന്ന് ഒതുക്കി പാടാമായിരുന്നു എന്നുള്ള പല്ലവിയുടെ ആ ഒരു ലൈൻ മാത്രം ആ മേലെ പോകുന്ന വഴി അതൊന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ. ബാക്കിയുള്ള പോർഷനൊക്കെ നല്ല കൺട്രോൾഡായിട്ട് പാടി. അത് മാത്രം വല്ലാതെ ഓപ്പൺ ആയിപ്പോയെന്ന് തോന്നി. അങ്ങനെ ഒരു എനിക്കൊരു അഭിപ്രായം തോന്നി. ബാക്കിയുള്ള പോർഷൻസൊക്കെ വളരെ ഭംഗിയായിട്ട് പാടി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ശരിക്കും സൂര്യ ആസ്വദിച്ച് തന്നെ പാടി, എൻജോയ് ചെയ്ത് പാടി. സൂര്യക്കുട്ടാ, നീ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാനിങ്ങനെ എൻ്റെ ഇന്നിയറിലൂടെ കേൾക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ നിൻ്റെ നോക്കി പറഞ്ഞു, നന്നായിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ. അതുപോലെ തന്നെയായിരുന്നു പാടിയതും, ഗംഭീരമായി. എനിക്കൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരു കടപ്പാടും സ്നേഹവും ഒക്കെ ഉള്ള ഒരാളാണ് ഉമ്പായിക്കയുടെ കൂടെ ഒരുപാട് ഇങ്ങനെ കൂടെ ഇരുത്തി പാടിക്കില്ലേ വേദിയിൽ. അങ്ങനെ ഇന്ന് പാടുമ്പോൾ എപ്പോഴും നമ്മളോട് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഇങ്ങനെ എനിക്ക് ആദ്യമായിട്ടൊരു വലിയ ഒരു ഇത് CD നിറയെ ഗസൽസ് റെക്കോർഡ് ചെയ്തിട്ട് മുമ്പൊക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് എപ്പോഴും പറയും നിങ്ങൾ സ്വന്തം പാട്ടുകൾ ഉണ്ടാക്കണേ എന്നുള്ളത് പറയുമ്പോൾ ഞാൻ എപ്പോഴും വിഷമം പോലെ വിചാരിക്കും. അങ്ങനെ പെട്ടെന്നല്ലേ നമ്മളെ വിട്ട് അദ്ദേഹം പോയത്. ഇപ്പോഴും മുമ്പൊക്കെ നമുക്കൊക്കെ വേണ്ടി പാടേണ്ടതായിരുന്നു എന്നിങ്ങനെ തോന്നും. അപ്പം അത് ഇപ്പം ഈ പാട്ട് കേൾക്കുമ്പോൾ എത്രയോ പേര് അത് ആലോചിക്കുന്നുണ്ടാവും. സൂര്യ അദ്ദേഹത്തിന് ഓർക്കും. അപ്പം അതിനൊരു റീസൺ ആയതിന് ഭയങ്കര നന്ദിയുണ്ട്. ഇതിന്റെ അഭിപ്രായം പറയും. ഒരു ലെജൻഡിൻ്റെ സോങ് എടുത്ത് പാടുക എന്ന് പറയുക, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ദി ജഡ്ജസ്, ക്ലോസ്ലി ടു ഇമ്പോസിബിൾ ആണ്. അതും ചെറുപ്പക്കാരനായ താങ്കൾ അത് റീക്രിയേറ്റ് ചെയ്തതിന് ഐ ഷുഡ് ഗിവ് യു എ ബിഗ് ഹഗ്. സുനയനേ സുമുഖി സുമവദനേ സഖി സുനയനേ സുമുഖി സുമവദനേ സഖി. പറയൂ. സൂര്യ എൻ്റെ നാട്ടുകാരനാണ്. അവിടുത്തെ ചെറുപ്പം മുതൽ അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ട് ഉള്ള ഒരാളാണ്. ഭയങ്കരമായിട്ട് ഈ അടുത്തും എൻ്റെ വീടിനടുത്തൊരു അമ്പലത്തിൽ ഉത്സവത്തിന് വന്ന് പാട്ടുപാടി ഗംഭീരമായിട്ട് കയ്യടി നേടിപ്പോയ ആളാണ്. 3 months ബാക്ക് അല്ലേ സൂര്യ? ഹാറ്റ്സ് ഓഫ്. സൂര്യ, ഞാൻ ശരിക്കും വിചാരിച്ചു ഗോൾഡൻ സ്റ്റാർ അടിക്കും. ഒരു സാധാരണ ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ എനിക്കത് ഗോൾഡൻ സ്റ്റാർ വർത്തിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സൂര്യ. അപ്പോ നമുക്ക് മാർക്കിലോട്ടൊന്ന് പോവാം അല്ലേ? യെസ്. That's an amazing mark. 1290. അതിന്റെ കൂടെ 99.5. 1390. Again, number 4. Wow. ഈ ഒരു നമ്മളിപ്പോ 100 എപ്പിസോഡിന്റെ നിറവിൽ നിൽക്കുകയാണ്. ഇത്രയും വന്ന ഒരു യാത്രയിൽ ഇവിടെ വന്നത് നമുക്കറിയാം, അത് ഒരുപാട് പ്രതീക്ഷയോടുകൂടി, സ്വന്തം പ്രതീക്ഷ മാത്രമല്ല അച്ഛൻ്റെ പ്രതീക്ഷയോടും കൂടി വന്ന ആളാണ് മകൻ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു റൈറ്റ് സ്റ്റെപ്പ് ഏതാണെന്ന് വെച്ചാൽ ഏതായിരിക്കും? ഇവിടെ നിന്ന് എടുത്ത ഏറ്റവും കറക്റ്റ് സ്റ്റെപ്പ് എടുത്തത് വെച്ചാൽ ഏതായിരിക്കും? ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാന്നുള്ള ഏറ്റവും വലിയ കാരണം മാഷാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാഷിക്ക് വരൂ. ഇന്ന് സൂര്യ ഇവിടെ നിന്ന് ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പാടുന്നുണ്ടെങ്കിൽ ആ ഓരോ ചുവടിനോടൊപ്പവും കൂടെ നടന്നത് ഈ മാഷാണ്. അത് എന്തോ മെന്റർഷിപ്പിൽ വരുമ്പോൾ നമുക്ക് പറയില്ലേ, കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുക എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ കാര്യം.
അങ്ങനെ സൂര്യക്ക് കിട്ടിയ പെർഫെക്റ്റ് മാച്ച് ആണ് നമ്മുടെ മാഷ്. മാഷിന് സൂര്യയുടെ പേരിൽ നമ്മൾ ഇവിടെ ഒരു സമ്മാനം കൊടുക്കാം. നമ്മൾ സാധാരണ ഇവിടുത്തെ ഏറ്റവും നല്ല ഹൈലൈറ്റ് പെർഫോമൻസിനാണ് ചേച്ചി പറയുന്ന ആളിനാണ് കൊടുക്കാറ്. പക്ഷെ ഇന്ന് സൂര്യയുടെ നാട്ടുകാരിരിക്കുന്നു, സൂര്യയുടെ ഈ വളർച്ച നമ്മൾ കാണും. നമ്മൾ 100ന്റെ നിറവിലിരിക്കുമ്പോൾ സൂര്യ ഐശ്വര്യമായിട്ട് ഈ പെർഫെക്റ്റ് മാച്ചിന് കൊടുക്ക് വാക്കറുവിന്റെ ഈ ഒരു 5000ന്റെ ഒരുപാട് സന്തോഷമുണ്ട് സൂര്യക്കുട്ടൻ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കണവൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ട് എടുത്തപ്പോൾ അവനൊരു സംശയം ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ പാട്ട് ഞാൻ ഒരിക്കലും പാടിയിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞത് ഇത് ഉമ്പായിക്കാട ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള എല്ലാവർക്കും ജനപ്രിയമായിട്ടുള്ള ഒരു പാട്ടാണ്. ഇത് നിനക്ക് സിമ്പിളായിട്ട് പാടാൻ പറ്റും. ഈ പാട്ട് ഇപ്പോൾ ഇവിടെ കേട്ടപ്പോൾ ഉമ്പായിക്കാട ഒരു വോയിസുമായിട്ട് എനിക്കൊരു മാച്ച് തോന്നി. ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ മോനെ. ഉമ്മ ജീവനാം കൂട്ടുകാരാ സ്നേഹാമൃത
ഇന്നിപ്പം സുജു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മോക്കൊരു വലിയൊരു ഹഗ് ഒരു അത് ഞാൻ തരുന്നു സുജുവിന്റെ പേരില്. അസലായിട്ട് പാടി കണ്ണ. താങ്ക് യു ചിത്ര. പക്ഷെ ഒരു പണിഷ്മെന്റ് എനിക്ക് തരാനുണ്ട്. എന്തിനാണ്, എന്താണ് ഉദ്ദേശിച്ച്, ഞാൻ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് പറയൂ. പാടിയതൊക്കെ നല്ല ഫീൽ അല്ല, ഓക്കെ. ഈ പല്ലവിയിൽ ഈ കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് മുറിച്ച എന്തിനാ? ജീവന്റെ ജീവനം കൂട്ടുകാർ ഒരുമിച്ച് പാടി. ഒരു കിഴുക്ക് വാങ്ങിച്ചിട്ട് ഉമ്മ വരാൻ വേണ്ടി മാത്രമല്ലേ വരാറുള്ളൂ. ബാബാ ബാബാ ജീവന്റെ ജീവന പാട്ടുകാര. ഓ, ബ്രത്ത് എടുക്കാനായിട്ട് കൂട്ടുകാരന്റെ തലയിൽ ഉടനും വേറെ വേറെ ജീവന്റെ ജീവന പാട്ടുകാര ഒറ്റ ശ്വാസം. ആ ചേച്ചി ഇപ്പൊ പഠിപ്പിച്ചിട്ട് വിടും. എന്നിട്ട് പോയാ മതി. ജീവന്റെ ജീവനാം കൂട്ടുകാരാ, സ്നേഹാമൃതത്തിന്റെ നാട്ടുകാരാ. ഇങ്ങനെ മുറിച്ച് പഠിപ്പിച്ച വീണയാണോ? വീണ 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 എല്ലാം നേരെ പാടിക്കൊണ്ട് ലാസ്റ്റ് മിനിറ്റ് വന്ന് പറഞ്ഞ അതല്ലേ. നേരത്തെ റിഹേഴ്സലിന് പാടിയപ്പോ അത് ലാസ്റ്റത്തെ കൂട്ടുകാരെ എത്തിയപ്പോ ഇങ്ങനെ ചെറുതായിട്ട് വരച്ചു. അപ്പൊ ഞാൻ വരച്ചു വിചാരിച്ചു കട്ട് ചെയ്തു. അത് കട്ട് ചെയ്യണ്ടായിരുന്നു. അത് ആ 2 വേർഡല്ലേ ഉള്ളൂ. ജീവന്റെ ജീവനം 4 ബാറേ ഉള്ളൂ. 4 ബാറിലൊന്നും കട്ട് ചെയ്യാൻ പാടില്ല കേട്ടാ. കൃഷ്ണയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കൃഷ്ണയുടെ എക്സ്പ്രഷനാണ്. അതിലങ്ങോട്ട് അലിഞ്ഞു പോകും നമ്മളെല്ലാവരും. അതായത് ഒരു ഇങ്ങനത്തെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള പാട്ട് പാടുമ്പോൾ ഇൻ ബിറ്റ്വീൻ ഇത്രയും അപ്ലോസ് വരിക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. നമ്മളിങ്ങനെ മദ്യം മറന്നിട്ടാണ് കൈയടിച്ചു പോണതേ. അങ്ങനെ മനോഹരമായിട്ടുള്ള എക്സ്പ്രഷൻസ് ഉള്ളൊരു ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പാടിയത്. താങ്ക് യു. ഓക്കെ, നമുക്ക് കൃഷ്ണശ്രീയുടെ മാർക്സിലോട്ട് കിടക്കാം. First time ever. 99.9. അതെ, ഫസ്റ്റ് ടൈം. First time ever. അടിപൊളി, സൂപ്പർ. 9 1.9. ഓ 139.1.9 191.9. അപ്പോ നമുക്ക് ഈ ആഴ്ചത്തെ മാർക്കൊന്നും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് മുന്നോട്ട് പോകാന്നുള്ളതേ ഉള്ളൂ അല്ലേ? ഗുരുകുലം 793. 793, beautiful mark. Nice. Collegiate score 792.4. Lights on. And we all light it up. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ? സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ? എവിടെ എൻ്റെ സ്നേഹഗായകൻ? രാജഹംസമേ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്ര ചേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ. നിങ്ങൾ എല്ലാവരും ലൈറ്റ് അപ്പ് ചെയ്തതിന് ഭയങ്കര താങ്ക്സ് കേട്ടോ. And of course, the executive vice president of Jio Hotstar, Krishnada, first. And vice president, non-fiction, Sargo. Happy birthday, Chechi.
ചേച്ചിയോട് ഞാൻ ഇന്ന് ബർത്ത്ഡേയുടെ കാര്യം ചേച്ചി എങ്ങനെയോ ചോർന്നു. രാവിലെ മുതൽ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, വേണ്ട 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 വേണ്ട. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ജാനകിയമ്മ മരിച്ചിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വേണ്ട എന്ന് ചേച്ചി പരമാവധി ഞങ്ങൾക്ക് നിർബന്ധം പിടിക്കുകയും വഴക്കുറയൊക്കെ ചെയ്തിട്ടും ഞങ്ങൾ ഇത്രയെങ്കിലും ഈ ജീനിയസിനോട് ചെയ്തില്ലെങ്കിൽ അത് ഒരു വലിയ തെറ്റായി പോകുമല്ലോ എന്ന് കരുതിയിട്ടാണ്. ചേച്ചി അതില് ഫുള്ളി ഡൗൺ ആയിട്ടിരിക്കുകയാണ്. ആ മൂഡ് കൂടി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടാ ഇത് ചെയ്ത്. ചേട്ടാ പ്ലീസ്. സോറി ചേച്ചി. കാരണം ഒരിക്കലും ചേച്ചി ഒരിക്കലും പബ്ലിക്ലി സെലിബ്രേറ്റ് ചെയ്യരുതെന്നാണ് ചേച്ചി എപ്പോഴും ആഗ്രഹിക്കാറ്. അത്രയ്ക്കും സന്തോഷമുണ്ട്. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. I know the situation probably is not that, പക്ഷെ എന്നാലും സ്നേഹം അങ്ങനെ അണപൊട്ടി ഒഴുകുന്നത് കൊണ്ട് അത് തടഞ്ഞു നിർത്തുന്നില്ല. ഹാപ്പി, എല്ലാവിധ ആശംസകളും. വർമ്മ ഹോംസിന് എന്ത് സമ്മാനമാണെന്നുള്ളത് കേൾക്കട്ടെ. എന്താ ഈ ദിവസം തന്നെ വരാൻ കറക്റ്റായിട്ട് പറ്റിയില്ലേ? ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ദിവസം തന്നെ ഇവിടെ എത്താൻ പറ്റിയത്. ഒരുപാട് സന്തോഷം. ചേച്ചിയുടെ ഇതിനു മുമ്പത്തെ ബർത്ത്ഡേയും ഈ ഫ്ലോറിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. ഇതും അങ്ങനെ വരാൻ പറ്റി. ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം ചേച്ചി. നമ്മുടെ സ്റ്റാർ സിംഗേഴ്സ് എല്ലാവരും ചേച്ചിക്ക് എന്തൊക്കെയോ കുഞ്ഞു സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നതെന്നല്ലേ? രാജഹംസമേ